വലിയ പപ്പടം അല്ലേ? വലിയ പപ്പടം. നിറയെ കറി, ചമ്മന്തി, സാമ്പാർ, രസവടയുടെ രസവും എല്ലാം കൂടെ എൻ്റെ ദോശ അതിൽ മുങ്ങി കിടക്കുകയാണ് കണ്ട. അയ്യോ, നമ്മൾ ഓംലേറ്റ് പറഞ്ഞില്ല ചേട്ടാ. എനിക്കൊരു ഓംലേറ്റ് സിംഗിൾ മതി. പലഹാരങ്ങള് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോ ഇവിടെ വരും. ആ ചേച്ചി തന്നെ ഉണ്ടാക്കുന്നത്? ഞാൻ തന്നെ ഉണ്ടാക്കും എല്ലാം. അച്ചപ്പം, മുറുക്ക്, ഉണ്ണിയപ്പം, മുന്തിരിക്കൊത്ത്, മടക്ക്, പക്കാവട, റൈസ്. അത് 3-4 ഐറ്റം അന്നാന്ന് ഉണ്ടാക്കുവാണോ? അന്നന്ന് ഉണ്ടാക്കാം. അന്നന്ന് അച്ചപ്പൊക്കെ 2 ദിവസത്തിലൊരിക്കൽ എന്തായാലും നമുക്ക് കുറേശ്ശെ അങ്ങനെ ഇതാണ് ചെയ്യുന്നത്. പക്കാവട അങ്ങനെ. ഉണ്ണിയപ്പം ഡെയിലി ഉണ്ടാക്കും. പക്കാവട മിക്ക ദിവസവും പക്കാവട കാണും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തിരുവനന്തപുരം ജില്ലയിലാണ്. ഈ സ്ഥലത്തിന് പറയാൻ നെട്ടയം എന്നാണ് കേട്ടോ. ഇവിടെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു ഓഫീസുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് ചെറിയൊരു തട്ടുകട. അപ്പോൾ രേവതി എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊരു മെസ്സേജ് അയച്ചതാണ്. ദോശയും ചമ്മന്തിയും ഒക്കെ തന്നെയുള്ളൂ, പക്ഷേ നല്ല സ്വാദാണ്, ചെറിയ കടയാണെങ്കിൽ നല്ല രുചിയാണ് ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വീഡിയോ എടുക്കാനാണ് വന്നിട്ടുള്ളത്. ഇവിടെ ദോശയും ചമ്മന്തി, രസവടയും, ഓംലെറ്റും പപ്പടവും അതാണല്ലോ തിരുവനന്തപുരത്തിൻ്റെ ഒരു രാത്രി ഭക്ഷണം. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും തട്ടുകടകളിലും ഒക്കെ കിട്ടുന്നതാണ്. പക്ഷേ ഇത് കൂടാതെ ഉച്ചയ്ക്ക് മുതൽ നല്ല പലഹാരങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഇന്നലെ വന്ന് മേടിച്ചേച്ച് പോയിട്ടോ. അതായത് ഈ അച്ചപ്പം, പിന്നെ മുന്തിരിക്കൊത്ത്, അങ്ങനത്തെ പക്കവടയൊക്കെ ഭയങ്കര പ്രത്യേക ഒരു സ്വാദാണ്. മുറുക്കൊക്കെ വീട്ടിൽ തന്നെ മോളി ചേച്ചിയാണ് ഉണ്ടാക്കണതൊക്കെ. ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കണത്. ദോശ 5:30 മണിയാവും. 5:30 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് വരുന്നവർക്ക് ചൂടോടെ ചുട്ട് ഫ്രഷ് ആയിട്ട് കൊടുക്കുക. ലൈവായിട്ട് നമ്മൾ കൊടുക്കുക. അവർക്ക് എപ്പോഴാണ് നിങ്ങൾ പോവുക? ഞങ്ങൾ തിരിച്ചു 9:30 ആവും. അതിന് മുമ്പ് 8 മണിക്ക് തീർന്ന ദിവസങ്ങളുണ്ട്. നമ്മള് എത്രയും വേഗം തീർന്നാ അത്രയും നല്ലതെന്ന് വിചാരിച്ചോണ്ട് പെട്ടെന്ന്. ഇപ്പൊ എത്ര നാളായി? ഇപ്പൊ തുടങ്ങിയിട്ട് 6 വർഷമായി. അപ്പോഴും ദോശയും ചമ്മന്തി മാത്രമേ ഉള്ളൂ. പലഹാരങ്ങള് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോ ഇവിടെ വരും. ആ ചേച്ചി തന്നെ ഉണ്ടാക്കുന്നത്? ഞാൻ തന്നെ ഉണ്ടാക്കും എല്ലാം. അച്ചപ്പം, മുറുക്ക്, ഉണ്ണിയപ്പം, മുന്തിരിക്കൊത്ത്, മടക്ക്, പക്കാവട, റൈസ്. അത് 3-4 ഐറ്റം അന്നാന്ന് ഉണ്ടാക്കുവാണോ? അന്നന്ന് ഉണ്ടാക്കാം. അന്നന്ന് അച്ചപ്പൊക്കെ 2 ദിവസത്തിലൊരിക്കൽ എന്തായാലും നമുക്ക് കുറേശ്ശെ അങ്ങനെ ഇതാണ് ചെയ്യുന്നത്. പക്കാവട അങ്ങനെ. ഉണ്ണിയപ്പം ഡെയിലി ഉണ്ടാക്കും. പക്കാവട മിക്ക ദിവസവും പക്കാവട കാണും. അരിപ്പക്കാവടയാണ് നല്ല. കടലമാവിന്റെയാണ്. ഞാൻ കഴിച്ചു നോക്കി, എനിക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു. നല്ല കുറച്ച് നമ്മള് കടല കുറച്ചേ ചേർക്കുള്ളൂ. അരിമാവാണ് കൂടുതലായിട്ട്. പിന്നെ ദോശയും പിന്നെ എന്തൊക്കെയാ ഉള്ള? വേറെ ഓംലേറ്റ്, വട, രസവട, പപ്പടം, സാമ്പാർ, ഇതൊക്കെ തന്നെ. എത്ര രൂപയ്ക്കാ കൊടുക്കുക ദോശ? ഒരു ദോശ 10 രൂപ. 10 രൂപയ്ക്ക്. ഒരു വട 10 രൂപ. പിന്നെ അത് കഴിഞ്ഞ് ഓംലേറ്റ് 15 രൂപ. ഒരു സിംഗിൾ. ഡബിളിന് 30 രൂപ. താറാമുട്ട ഒരു സിംഗിളിന് 25, ഡബിളിന് 50. ഇങ്ങനെയൊക്കെയാണ്. ഞായറാഴ്ച ദിവസം നമ്മളില്ല. ബാക്കി എല്ലാ ദിവസവും ഇവിടെ കാണും. ബാക്കി എല്ലാ ദിവസവും വേറെ അതെ. വേറെ ചേച്ചി ഇപ്പൊ വേറെ എന്തെങ്കിലും ചെയ്തോണ്ടിരുന്നോ നിങ്ങൾ രണ്ടുപേരും കട തുടങ്ങണതിന് മുന്നേ? ഇല്ല, വേറെ ചേട്ടൻ ഹോട്ടൽ പണി. അല്ലാതെ ഞാൻ ഇത് വെറുതെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്യും. എനിക്ക് പിന്നെ കാലൊക്കെ നിൽക്കുന്ന ബുദ്ധിമുട്ടായത് കൊണ്ട് ഇപ്പൊ എല്ലാം ഇരുന്നുള്ള പരിപാടിയാണ്. പാദത്തിൽ കയറി ഇരുന്ന് ചെയ്തുള്ള പരിപാടി. ചെറുതായിട്ട് ഉണ്ടാക്കി ആളുകളൊക്കെ അന്വേഷിച്ച് വരുന്നില്ലേ? പലഹാരങ്ങളൊക്കെ ഓർഡർ അവർക്ക് എത്ര 10 എണ്ണം വേണോ 10 എണ്ണം പ്രത്യേകം വെച്ച് കൊടുക്കും. 50, 100 ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി. അടിപൊളി. ആ കൊച്ചു പറഞ്ഞത് ശരിയാട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ദോശയും ചമ്മന്തി മാത്രമേ ഉള്ളൂങ്കിലും ഭയങ്കര സ്വാദായിന് എന്ന് പറഞ്ഞു. കറക്റ്റ്. ഞാൻ ഇവിടെ വെച്ച് എൻ്റെ ഒരു കൂട്ടുകാരിനെയും കൂടെ കണ്ടായിരുന്നു. ഇവിടെ വട്ടിയൂർക്കാവ് സ്കൂളിലെ ടീച്ചറാണ് നിഷ. അപ്പോൾ നിഷേനെ കണ്ടപ്പോൾ നിഷയും വന്ന് പറഞ്ഞു നല്ല കടയാണ്, നല്ല ഭക്ഷണം, അവിടുന്ന് പലഹാരങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകാറുണ്ട് എന്ന്. അല്ല, ഇപ്പോൾ എത്രയോ സ്ഥലത്ത് പോയിട്ട് ദോശയും ചമ്മന്തിയും രസവടയും ഒക്കെ നമ്മൾ കഴിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അത് വ്യത്യാസമാണ്. അത് എന്നതാണെന്ന് അറിഞ്ഞൂടെ. എന്തെങ്കിലും ഒക്കെ ഇടുന്നതിൻ്റെ അല്ലെങ്കിൽ കൈപ്പുണ്യത്തിൻ്റെ ഒക്കെ ആയിരിക്കും. പക്ഷെ ചിലയിടത്തെ രസവട ഒരു പ്രത്യേക ഒരു സ്വാദ് തന്നെയാണ്.
അപ്പോൾ അതാ എൻ്റെ ഓംലേറ്റും കിട്ടി. കോഴിയുണ്ട്, താറാവും ഉണ്ട് അല്ലേ? കട്ടൻ ചായ എല്ലാ ദിവസവും ഉണ്ട് അല്ലേ? ഇല്ലേ, കുതിര ഗ്ലാസ്സിലെ കട്ടൻ ചായ ഇതൊക്കെ ഉണ്ടോ? പഴയ കുതിര ഗ്ലാസ്. ആ അപ്പം ഇതേ ഇങ്ങനെ നല്ല ചൂട് കട്ടൻ ചായയും കിട്ടും കേട്ടോ. 5 രൂപയാണേ കട്ടൻ ചായക്ക്. എൻ്റെ കൂടെ കഴിക്കാൻ എനിക്കൊരാളും കൂടെ ഉണ്ട് എന്ന് കൂട്ട്. ഭദ്രലക്ഷ്മി. ഭദ്ര ഏത് ക്ലാസ്സിലാ മോനെ? 3rd. ഏത് സ്കൂളാ? കേരി. ആ, ഒരു ദോശ മതിയാ? എത്ര മതി? ഇഷ്ടമാണോ അവിടുത്തെ? ഇടയ്ക്കിടയ്ക്ക് വരും അല്ലേ? നമ്മളെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. അപ്പോൾ ഭദ്രയുടെ അമ്മയാണ് എനിക്ക് ഈ കട പറഞ്ഞു തന്ന ആൾ കേട്ടോ. അപ്പം നല്ല ഫുഡാട്ടോ. വീണ്ടും വീണ്ടും പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പ്രത്യേകിച്ച് രസവടയും ഇവിടുത്തെ സാമ്പാർ പക്ഷേ എല്ലാ ദിവസവും ഉണ്ടാവില്ല. ആഴ്ചയിൽ 3 ദിവസത്തെ സാമ്പാർ ഉണ്ടാവുള്ളൂ. ചമ്മന്തിയും മുളക് കറിയും എല്ലാ ദിവസവും ഉണ്ടാവും. രസവടയും പപ്പടവും ഓമലറ്റും ഒക്കെ എല്ലാ ദിവസവും ഉണ്ടാവും. പലഹാരങ്ങളാണെങ്കിൽ ഉച്ച മുതൽ ഇവിടെ ചേട്ടൻ ഇവിടെ കാണും, ഉച്ച മുതലുണ്ടാവും. അപ്പോൾ ഇന്നലെ ഞാൻ വന്ന് പലഹാരമൊക്കെ മേടിച്ചിട്ട് പോയി. അപ്പോൾ ചേട്ടൻ എന്നെ മനസ്സിലായിട്ടില്ല. ഞാൻ ചുരിദാറൊക്കെ ഇട്ടിട്ടാട്ടോ വന്നത്. ഇന്ന് സാരി എടുത്ത് വന്നപ്പോൾ ചേട്ടന് മനസ്സിലായി. ചേട്ടൻ പറഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞു. ഇന്നാണ് മനസ്സിലായത്. അങ്ങനെ എന്തായാലും നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ കഴിച്ചു നോക്കി. ഇപ്പോൾ ഇവിടെയുള്ളവർക്കൊക്കെ എല്ലാവർക്കും അറിയും. കാരണം അവർ 6-7 വർഷമായിട്ട് ഇവിടെ കട നടത്തുന്നവരല്ലേ. വിശ്വനാഥൻ എന്നാണ് ചേട്ടൻ്റെ പേര്, മോളി എന്നാണ് ചേച്ചിയുടെ പേര്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക. പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ നമ്പറും കൂടെ വെച്ചിരിക്കാം. കാരണം ഓർഡർ അനുസരിച്ചിട്ട് ഇവർ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതായത് ഇപ്പോൾ ഗൾഫിലേക്കൊക്കെ പോകുന്ന ആളുകൾക്ക് നല്ല മുന്തിരിക്കൊത്തൊക്കെ കൊടുത്തു വിടണമെങ്കിൽ ഇവിടെ വന്ന് പറഞ്ഞു തരുന്നാൽ ഉണ്ടാക്കി തരും. അപ്പോൾ ഇനി പുതിയ വീഡിയോയായിട്ട് വരാം.